നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം അനുസരിച്ച രേഖകൾ തയ്യാറാക്കാനായിരുന്നു തീരുമാനിച്ചത്. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത് കോട്ടയം കുമരകം പഞ്ചായത്തിലായിരുന്നു. കുമരകം പഞ്ചായത്തിലെ കാർഷിക മേഖലയെക്കുറിച്ച വിവരങ്ങൾ കഴിഞ്ഞ വർഷം മാർച്ച് 31-ന് സർക്കാർ പ്രസിൽ സമർപ്പിച്ചു പണമടച്ചു. എന്നാൽ ഇത് തിരിച്ചയച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ രഹസ്യമായി തിരുത്തൽ വരുത്തിയ രേഖ പഞ്ചായത്ത് വീണ്ടും പണമടച്ച് സർക്കാർ പ്രസിൽ സമർപ്പിച്ചു. എന്നാൽ ഡേറ്റാ ബാങ്ക് അച്ചടിക്കാൻ ഇപ്പോഴും സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. താലൂക്ക് ഓഫീസിൽ പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്തിലെ കൃഷി ഓഫീസറെയും വില്ലേജ് ഓഫീസറെയും വിളിച്ചു ചേർത്തൊരു യോഗത്തിൽ ഇത് പുനഃപരിശോധിക്കണമെന്നുള്ളൊരു ഇത് പറയുകയും, എന്നാൽ പുനഃപരിശോധിക്കപ്പെടുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ ആഗമനം അറിയിപ്പ് കൊടുത്തുകൊണ്ടല്ല, ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമേ ഉദ്യോഗസ്ഥരടങ്ങുന്ന ടീം പോയി പുനഃപരിശോധിച്ചിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാനാണ് പറഞ്ഞത്. മെത്രാങ്കായൽ പ്രദേശത്ത് നിയമം ലംഘിച്ച് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ടൂറിസം പദ്ധതി അടക്കമുള്ളവയെ സഹായിക്കാൻ സർക്കാർ നിലപാട് കാരണമാകും എന്ന് കർഷകർ പറയുന്നു. നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു സ്വകാര്യ ഗ്രൂപ്പ് വാങ്ങിക്കൂട്ടിയ 40 ഏക്കർ ഭൂമിയാണിത്. ഇങ്ങനെ കുമരകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഒരുപാട് ഭൂമികൾ വാങ്ങിക്കൂട്ടുന്നു. ഇവർക്ക് അനുകൂലമായാണ് ഡേറ്റാ ബാങ്ക് സൃഷ്ടിക്കാതെ സർക്കാർ മുന്നോട്ടു പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട പരാതി. ക്യാമറ പേഴ്സൺ മനീഷ് പെരുമണ്ണയ്ക്കൊപ്പം യു ഷൈജു, മീഡിയ 1, കോട്ടയം.